അപ്പോൾ ഈ സിനിമ എന്തെങ്കിലും ഞങ്ങൾ കൺസീവ് ചെയ്ത കഥ ഒരു അബദ്ധമായിരുന്നില്ല, അതൊരു സ്വീകരിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്, അല്ലെങ്കിൽ നിരാകരിക്കപ്പെടേണ്ട സിനിമയല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഇത് ഏതെങ്കിലും ഭാഷയിൽ, ഹിന്ദിയിലോ തമിഴിലോ തെലുങ്കിലോ എവിടെയെങ്കിലും ഇത്. സിനിമ ആദ്യം കാണുന്നത് എഴുത്തുകാരനാണ്, തിരക്കഥാകൃത്താണ്. ഫസ്റ്റ് ഫ്രെയിം മുതൽ ലാസ്റ്റ് ഫ്രെയിം വരെ അദ്ദേഹം മനസ്സിൽ കാണും ആരെഴുതുമ്പോഴും. അത് എങ്ങനെ കാണുന്നു എന്ന് ആശ്രയിച്ചിരിക്കും ആ തിരക്കഥയുടെ ശക്തി. ഞാൻ ഐ വാസ് നോട്ട് റോങ് എന്നുള്ളത് എൻ്റെ ഒരു ചിന്തയാണ്. നമ്മളൊക്കെ ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ അത് ദൃശ്യരൂപത്തിലാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാം കാണുന്നത് കാഴ്ചകളാണ്. ക്ലാസ്സിൽ പോലെ ഇത് ഇവിടെ നിന്ന് തിരിച്ചു ചിന്തിക്കാൻ പറയും. അതാണ് ഞങ്ങളെ കൺഫ്യൂഷനിലാക്കിയ. ദേവദൂതൻ സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് CPX ടോക്കിൽ കൂടെയുള്ളത് സിബി മലയിൽ ആൻഡ് രഘുനാഥ് പലേരി. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം എനിക്ക് ആദ്യം സിബി സാറിനോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പം സിനിമ റീമാസ്റ്റർ ചെയ്യാനായിട്ട് തീരുമാനിച്ചു 24 വർഷങ്ങൾക്ക് ശേഷം. ഇപ്പോൾ ടെക്നോളജി ഇത്രത്തോളം ഇമ്പ്രൂവ് ആയതുകൊണ്ടാണ് ഈ ഒരു റീമാസ്റ്റർ ചെയ്ത ഒരു 4K ഡോൾബി അറ്റ്മോസിലൊക്കെ റിലീസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. സിനിമ ഇറങ്ങി തിയേറ്ററിൽ ഒരു പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കാതിരുന്നപ്പോൾ തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് സിനിമ ഏതെങ്കിലും രീതിയിൽ ഓഡിയൻസിൻ്റെ അടുത്ത് പ്രൂവ് ചെയ്യും എന്നുള്ളത്. ഇപ്പോൾ ഈ ഒരു ഫോം ഇപ്പോൾ പറ്റിയില്ലായിരുന്നെങ്കിൽ അത് ഏത് രീതിയിലായേനെ? മറ്റൊരു ഭാഷയിൽ ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ ചെയ്യുമായിരുന്നു. അതാണ് എനിക്ക് റീമാസ്റ്ററിങ് സംഭവിക്കുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ലല്ലോ. അന്നത്തെ കാലത്ത് ഇത്തരത്തിലൊരു രീതി ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇതിനെ വീണ്ടും ഇത്തരം സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇറങ്ങാൻ പറ്റുന്നൊരു ടെക്നോളജി ആ കാലത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സിനിമ എന്തെങ്കിലും ഞങ്ങൾ കൺസീവ് ചെയ്ത കഥ ഒരു അബദ്ധമായിരുന്നില്ല, അതൊരു സ്വീകരിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്, അല്ലെങ്കിൽ നിരാകരിക്കപ്പെടേണ്ട സിനിമയല്ല എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് ഇത് ഏതെങ്കിലും ഭാഷയിൽ, ഹിന്ദിയിലോ തമിഴിലോ തെലുങ്കിലോ എവിടെയെങ്കിലും ഇത് ഞങ്ങൾ ആദ്യം കൺസീവ് ചെയ്ത് 82 നമ്മൾ കൺസീവ് ചെയ്ത ഒരു ബേസിക് സ്റ്റോറി ഉണ്ട്. അത് റീമേക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മുന്നിലുണ്ട്. ഐ ഹാവ് ടു പ്രൂവ് ഐ വാസ് നോട്ട് റോങ് എന്നുള്ളത് എൻ്റെ ഒരു ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഇങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും ഒരു പരിധിവരെ നമുക്ക് അതിൻ്റെ ഒരു പുതിയൊരു കാലത്തെ പ്രേക്ഷകർ ഇത് കാണാൻ ആഗ്രഹിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഇത് സോഷ്യൽ മീഡിയയിൽ കണ്ടവരൊക്കെ അത് ആസ്വദിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഇതിൻ്റെ ഒരു തിയേറ്റർ വേർഷൻ പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്ത സമയത്താണ് നമ്മളിങ്ങനെ ചിന്തിച്ചത്. ഇപ്പം അത് സാധ്യമാകുന്നു എന്നുള്ള വലിയ സന്തോഷം. ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ കഥ തന്നെയാണ്. അപ്പം ഇതിൻ്റെ ഞാൻ വേറൊരു ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടാണ് ഇതിൻ്റെ കഥ ഏകദേശം ആയി. അപ്പോൾ ഫാസിൽ സാറിൻ്റെ അടുത്ത് കഥ പറഞ്ഞപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സിൽ നിന്ന് തിരിച്ച് ചിന്തിക്കാനായിട്ടും അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടും പറഞ്ഞു. ശരിക്കും ഇതിൻ്റെ ഒരു കോർ ഐഡിയ അല്ല, ഒരു കോർ തീം തുടക്കത്തിൽ ഒരു ചെറിയ കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ കഥ പറയാനായിരുന്നു, പിന്നീട് ഇതൊരു മ്യൂസീഷ്യൻ എന്നുള്ളൊരു ഫോമിൽ. അപ്പോൾ ഈ ഒരു കോർ സബ്ജക്റ്റ് എങ്ങനെയായിരുന്നു, അതിൻ്റെ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? അത് സിബിക്ക് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സിബി ഡയറക്റ്റ് ചെയ്യുന്ന ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് എഴുതാനാണ് ഞാൻ ഇവരുടെ കൂടെ ഇവരടുത്തേക്ക് ചെല്ലുന്നത്. പക്ഷെ അതെനിക്ക് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്. ഞാൻ നവോദയം വിളിച്ചിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് പോകുന്നത്. അവിടെ എത്തിയപ്പോഴാണ് സിബി എല്ലാവരും കൂടെ ഇരുന്നിട്ട് ജിജോ എന്നോട് പറയുന്നത് ഞങ്ങൾ സിബിക്ക് ഒരു ഡയറക്ഷൻ അറ്റംപ്റ്റ് കൊടുക്കുകയാണ്, അതിലേക്ക് ഉള്ളൊരു കഥയുടെ ഒരു എലമെൻറ്റ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ജിജോയുടെ അനിയൻ ജോസ്മോൻ എന്ന് പറയുന്ന അദ്ദേഹം വായിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വന്ന ഒരു കഥയാണ്, കഥയുടെ ഒരു എലമെൻ്റാണ്. അത് സ്കൂൾ കുട്ടിയുടെ കഥയായിരുന്നു. സ്കൂൾ കുട്ടി അപ്പോഴേക്കും ഇവരുടെ പൊതുവെ ഇവരുടെ കഥ ഉണ്ടാക്കുന്നതൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷനിലൂടെയാണ് ഉണ്ടാക്കുന്നത് ആ എലമെൻറ്റ്. അങ്ങനെ ആ എലമെൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. അവിടെ കൊണ്ട് പിന്നെ അത് മുഴുവൻ പോകുന്നത് എൻ്റെ മനസ്സിലൂടെയാണ്. ഈ ക്ലൈമാക്സിൽ നിന്ന് കഥ മുന്നിലേക്ക് എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു? അത് അങ്ങനെ എഴുതിയില്ല, ചിന്തിക്കുകയാണ്. എഴുതാനുള്ള നിർദ്ദേശം ഞങ്ങൾ എഴുതി പൂർത്തിയാക്കിയ ശേഷം ഫാസിൽ വന്ന കഥ കേട്ടപ്പോൾ ഫാസിലും ജിജോയും കഥയുടെ ഓരോ ഘട്ടത്തിലും വന്നത് കേൾക്കുമായിരുന്നു. ഫാസിൽ വന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളൊക്കെ ചെയ്ത് നവോദയയുടെ ഭാഗമാണ്. അപ്പം ജിജോയും ഫാസിലും വന്ന് ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് കേൾക്കുകയും അതിനകത്ത് അവർക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുകയും നമ്മളത് കൺസിഡർ ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇത് എഴുതി പൂർത്തിയാക്കി ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് അത് വന്ന് കേട്ടപ്പോഴാണ് ഫാസിൽ പറഞ്ഞ് ഇത് ഇവിടെ നിന്ന് തിരിച്ചു ചിന്തിക്കാൻ പറയാം. അതാണ് ഞങ്ങളെ കൺഫ്യൂഷനിലാക്കിയ ആ സമയത്ത്. ബാക്കിയൊക്കെ പറയാം.
ഞാൻ എഴുതുപാടിയിരുന്നിട്ട് CB ഉണ്ടാവും, ഞങ്ങൾ എഴുതും, അദ്ദേഹം വായിക്കും, പിന്നെ എഴുതും. ഒരു രസമായിരുന്നു ഞങ്ങളുടെ ഒരു കോമ്പിനേഷൻ വർക്ക്. കോമ്പിനേഷൻ വെച്ചാൽ എനിക്ക് അന്ന് സുഖമായിട്ട് എഴുതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം വരും, ജിജോ വരും, ഒരു ടീമാണ്. ഇത് കേൾക്കും, കേട്ടിട്ട് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയും. ആ സജഷൻസ് ഞാൻ എടുക്കണമെന്നില്ല, ഞങ്ങൾ പിന്നെയും ചിന്തിക്കും. ഞാൻ CBയാണ് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എഴുത്ത്. ഒരുപാട് ആൾക്കാർ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ എഴുതി ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ CB വാസ് ഹാപ്പി. അപ്പോൾ ആ ഡിസ്കഷനിൽ അത് വന്നിരുന്ന് കേട്ട് കഴിഞ്ഞ ശേഷമാണ് ഫാസ്റ്റിലൊരു സജഷൻ പറഞ്ഞത്. സജഷൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല. ക്ലൈമാക്സിൽ ബാക്കോട്ട് ഇടും, എന്നിട്ട് ഇതൊന്ന് മുട്ടിക്കാൻ, റിവേഴ്സ് ഗിയറിൽ പോകാൻ, എൻ്റെ മലയാളത്തിൽ പറഞ്ഞത്. അന്ന് ഞാനത് തമാശയായിട്ട് എടുത്തത്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചൊക്കെ എഴുതിയെന്ന് തോന്നുന്നു. എനിക്ക് അത്രയൊരു റീകളക്ഷൻ അതിൻ്റെ താല്പര്യമില്ലായിരുന്നു. കാരണം ഞാനതിനൊന്നും വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ല. എൻ്റെ മനസ്സിൽ ഇദ്ദേഹത്തിന് ഞാൻ എഴുതുന്ന ഒരു ഡയറക്ടർക്ക് വേണ്ടിയിട്ടാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടല്ല. അപ്പം ഞാനത് പിന്നെ ഞാൻ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിനും ഇഷ്ടമായി, അവർക്കും ഇഷ്ടമായി, ഒക്കെ ഇഷ്ടമായി. പിന്നെ എന്തോ കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. അപ്പം ഞാൻ തിരിച്ചു പോകും, അത്രയേ ഉള്ളൂ. പിന്നീട് 18 വർഷത്തിന് ശേഷമാണ് CB വീണ്ടും ഈ കഥയായിട്ട് ഇത് നമുക്ക് ഈ പ്രോജക്റ്റ് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക്. അപ്പോഴും ഞാൻ CBയുടെ പോകുന്നത്. അങ്ങനെയാണ് ഇതുണ്ടായത്. ഇത് 24 വർഷം മുമ്പ് റിലീസ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇപ്പം ഇത്രയും വർഷം മുമ്പുള്ള നമുക്ക് റീകളക്ട് ചെയ്യാനായിട്ട് പാടായിരിക്കും. പക്ഷെ ഞാൻ കുറച്ച് മുമ്പ് വിനീതേട്ടനോടും സിയാദ് സാറിനോടും സംസാരിച്ചപ്പം ഇന്നലെ നടന്നതുപോലുള്ള എക്സ്പീരിയൻസസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. അത് ഈ സിനിമയോടുള്ള, ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്ത ആ ഒരു അറ്റംപ്റ്റും അതിനോടുള്ളൊരു സ്നേഹവും ഒക്കെ ആയിരുന്നു. അപ്പം നിങ്ങൾക്കും അങ്ങനെ ഡയറക്ടർ, റൈറ്റർ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നറിയാം. എങ്കിലും ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മെമ്മറി അല്ലെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവൻ ആ ഫയർ സീന്, അങ്ങനെയുള്ള കുറച്ച് ഡിഫിക്കൽട്ട് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തെങ്കിലും ഒരു നല്ല മെമ്മറി ഉണ്ടോ ഷെയർ ചെയ്യാനായിട്ട്? ഈ സിനിമയുടെ ഷൂട്ടിംഗ് റിലീസ് വരെയുള്ള മെമ്മറികളെല്ലാം നല്ല മെമ്മറികളായിരുന്നു. റിലീസ് കഴിഞ്ഞപ്പോഴാണ് മെമ്മറി ശോകമായി പോയത്. അതുവരെ നമ്മൾ വളരെ ആസ്വദിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഊട്ടി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ആ ആംബിയൻസും അവിടുത്തെ തണുപ്പും അവിടുത്തെ ക്ലൈമറ്റും ഒക്കെ നമ്മൾ ആസ്വദിച്ചാണ് ചെയ്തത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട, നമ്മൾ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവരുന്നൊരു കഥയാണ്, ഒരു പ്രോജക്റ്റാണ്. നമ്മൾ ആദ്യം സിനിമ ചെയ്യാൻ ആഗ്രഹിച്ചവരുള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട സ്വപ്നമാണ്. അപ്പോൾ അത് സാക്ഷാത്കരിക്കാനായിട്ടുള്ളത് നമ്മുടെ ഒരു ഭയങ്കര ത്രില്ലുണ്ട് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മൾ എഴുതി ഇതിനെ കാണാപ്പാടം പഠിച്ചൊരു സാധനം നമ്മളത് വിഷ്വലൈസ് ചെയ്യണം. സിനിമയിലേക്ക് അതിൻ്റെ ഒരു ട്രാൻസിഷൻ നടക്കുകയാണ്, പേപ്പറിൽ നിന്നും സെല്ലിലോട്ടിലേക്കുള്ള ട്രാൻസിഷൻ നടക്കുകയാണ്. അത് നമ്മൾ ആസ്വദിച്ചാണ് ചെയ്യുന്നത്. ഓരോ സീനും ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മളത് മനസ്സിൽ കണ്ട കാര്യങ്ങളോട് അടുത്ത് നിൽക്കുന്നുണ്ടോ അങ്ങനെ അതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളായിരുന്നു. അപ്പോൾ അത് ഒരുപാട്, അതിൻ്റെ ഓരോ നിമിഷങ്ങളും നമുക്ക് സന്തോഷവും നമ്മളെ വല്ലാതെ ത്രിൽഡാക്കി കൊണ്ടുപോകാനാണ്. അങ്ങനെയാണ് എൻജോയ് ചെയ്ത സിനിമയാണത്. രഘു എഴുതുമ്പോഴും അതേ ത്രിൽ അനുഭവിച്ചിട്ടുണ്ട്. പിന്നീട് എഴുതി കഴിഞ്ഞിട്ട് രഘു ലൊക്കേഷനിലുണ്ട്, കൂടെയുണ്ട്. അപ്പം നമുക്ക് നമ്മളെല്ലാവരും, ഞാൻ രഘു ഒരേപോലെ, എനിക്കറിയാം ഞാൻ അനുഭവിച്ച അതേ ഒരു എക്സൈറ്റ്മെൻറ്റിലൂടെയാണ് രഘുവുമായി എൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ കടന്നു പോയത്. ഈ എഴുതുന്ന സമയത്ത് വിഷ്വല് രണ്ട് രീതിയിൽ എഴുതുന്നവരുണ്ട്. വിഷ്വല് മനസ്സിൽ കണ്ടും കാണാതെയും എഴുതുന്നവരുണ്ട്. ഇതിൻ്റെ ആക്ച്വലി എങ്ങനെയായിരുന്നു എഴുത്തും? വിഷ്വല് മനസ്സിൽ കണ്ടതിനാണോ അത് അതേ രീതിയിൽ സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നോ? നമ്മളൊക്കെ ഒരു കാര്യം നമ്മൾ എഴുതുമ്പോൾ അത് ദൃശ്യരൂപത്തിലാണ് നമ്മൾ കാണുന്നത്. നമ്മളെല്ലാം കാണുന്നത് കാഴ്ചകളാണ്. അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഒരാളോട് പറയണം വീട് എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും ഒരു സ്ഥലം പറയും. അപ്പോൾ നിങ്ങൾ കാണുന്ന ആ പേര് മാത്രമല്ല, ആ സ്ഥലമൊക്കെ നിങ്ങളുടെ മനസ്സിൽ വരും. സോ എല്ലാം കാഴ്ചകളാണ് നമ്മൾ കാണുന്നതെല്ലാം. ഞാനിപ്പോൾ എൻ്റെ അമ്മയെ പറ്റി പറയണേ, എനിക്ക് അമ്മയുടെ പേര് ഇന്നതാണെന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ അമ്മ തന്നെയാണ് വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയണ വീട്ടിലേക്ക് പോകുന്നവർക്ക് തോടുണ്ട്, തോട് കിടന്നൊരു പാലമുണ്ട്. ഇങ്ങനത്തെ വിഷ്വൽ എല്ലാം കാഴ്ചകളാണ്. നമ്മൾ കാണുന്നുണ്ട് മനസ്സിനകത്ത്, പുറത്ത് കാണുന്നില്ല എന്നും മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രതലത്തിൽ കാണുന്നില്ല എന്നും മാത്രമേ ഉള്ളൂ. അതുപോലെ തിരക്കഥ എഴുതുമ്പോഴും കഥ എഴുതുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് വിഷ്വൽ തന്നെയാണ്. വിഷ്വല് കാണാതെ ആർക്കൊന്നും എഴുതാൻ പറ്റില്ല. സാധാരണ സംസാരിക്കുമ്പോൾ പോലും വിഷ്വൽ തന്നെയാണ് കാണുന്നത്. ഇപ്പോൾ ഞാൻ പറയണ വിശക്കുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ ഭക്ഷണം കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോകാൻ സാധ്യതയുള്ള ഏതെങ്കിലും മേശയും കസേരയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വിഷ്വൽ കാണും. വിഷ്വൽ ഇല്ലാതെ ഒരിക്കലും കാണാതെ ആരും എഴുതില്ല. കത്തെഴുതുകയാണെന്ന് വിചാരിക്കുക, പ്രിയപ്പെട്ട അമ്മയ്ക്ക്, അമ്മയെ കാണും. അപ്പോൾ അമ്മ ചോദിക്കുന്നത് എങ്ങനെയാണ് കാര്യങ്ങൾ, അവിടെ അമ്മ വന്നോ,
അപ്പോൾ ആ മാനങ്ങൾ കാണും, അല്ലെങ്കിൽ വരുന്ന വഴി കാണും, എല്ലാം കാണും. കാഴ്ചയില്ലാതെ ഒന്നുമില്ല, എല്ലാം കാഴ്ചകളാണ്. അപ്പം വിഷ്വല് കാണുന്നുണ്ട്, എഴുതുമ്പോഴും സിനിമ ആദ്യം കാണുന്നത് എഴുത്തുകാരനാണ്, തിരക്കഥകർക്കാണ്. ഫസ്റ്റ് ഫ്രെയിം മുതൽ ലാസ്റ്റ് ഫ്രെയിം വരെ അദ്ദേഹം മനസ്സിൽ കാണും ആരെഴുതുമ്പോഴും. അത് എങ്ങനെ കാണുന്നു എന്ന് ആശ്രയിച്ചിരിക്കും ആ തിരക്കഥയുടെ ശക്തി. അത്രയേ ഉള്ളൂ. വെറും സംഭാഷണമായിട്ടൊരു തിരക്കഥ എഴുതാൻ പറ്റില്ല, അത് സംഭാഷണങ്ങൾ മാത്രമാണ്. സംഭാഷണം എഴുതുമ്പോഴും അതിൽ കാഴ്ചയുണ്ട്.